നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ് എന്ന്. എൻ്റെ സുഹൃത്ത് അനന്തുവിൻ്റെയും വളരെ പ്രധാനപ്പെട്ട സംശയം അത് തന്നെയായിരുന്നു, മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണോ? അതിനുള്ള ഉത്തരം മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ്, പക്ഷെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അത് ഒഴിവാക്കിയാൽ മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ്, അതിൽ നിന്ന് നല്ല റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. സോ ദിസ് ഈസ് പേഴ്സണൽ ഫൈനാൻസ് സീരീസ് ക്ലാസ് 5. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് വർക്ക് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട്സിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ഞാൻ നിഖിൽ കാരോത്ത്, വെൽക്കം ടു പെർക്യാപ് പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ അനന്തുവിനോട് പറഞ്ഞത്, നീ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരു KSRTC ബസ്സിൽ കയറി എന്ന് വിചാരിക്കും. നീ അല്ലാതെ ഒരുപാട് യാത്രക്കാർ ആ ബസ്സിലുണ്ട്. അവർക്കെല്ലാവർക്കും യാത്ര ചെയ്യണം. അവിടെ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾക്കാർക്കും ഡ്രൈവിംഗ് അറിയണമെന്നില്ല, അതേപോലെ പോകേണ്ട വഴിയും അറിയണമെന്നില്ല. വെറുതെ ടിക്കറ്റ് എടുത്ത് സീറ്റിൽ ഇരുന്നു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സും. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരു AMCയിലേക്ക്, അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലേക്ക് തങ്ങളുടെ കയ്യിലുള്ള പണത്തെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ സ്വരൂപിക്കുന്ന പണത്തെ ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനി പല പല സെക്യൂരിറ്റീസിലായിട്ട് നിക്ഷേപിക്കും. ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ കയ്യിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്നിങ്ങനെ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ഒരുപാട് തരമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്, മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്, സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്നിങ്ങനെ. ഓരോ ഫണ്ട് മാനേജ് ചെയ്യാനും ഓരോ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. ഈ ഫണ്ട് മാനേജേഴ്സ് ആണ് നിങ്ങളുടെ പണത്തെ കൈകാര്യം ചെയ്യുന്നത്. അതിന് അവർ ചെറിയൊരു ഫീസ് ഈടാക്കാറുണ്ട്. ഈ ഫീസിനെ വിളിക്കുന്ന പേര് എക്സ്പെൻസ് റേഷ്യോ എന്നാണ്. എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഹൗസ് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കൂ, അതേപോലെ തന്നെ ഒരു കാറ്റഗറിയും തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന്റെ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് വിചാരിക്കും. ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫണ്ട് മാനേജർ നിങ്ങൾ കൊടുക്കുന്ന പണത്തെ ലാർജ് ക്യാപ് കമ്പനീസിലായിട്ട് മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോഴാണ് ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന അനന്തു ചാടി എഴുന്നേറ്റ് എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചത്. അവരുടെ കയ്യിൽ കൊടുത്താലും അവര് ഓരോ സ്റ്റോക്കുകളിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്കിൽ ഞാൻ എന്തിന് അവരുടെ കയ്യിൽ ആ പണം കൊടുക്കണം, എനിക്ക് നേരിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്ന്. അവിടെ അനന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിനെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയും. അങ്ങനെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി ആ കമ്പനി ഫ്യൂച്ചറിലേക്ക് നന്നായിട്ട് ഗ്രോ ചെയ്യുമോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് വഴിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് മാനേജർ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും. അപ്പൊ ആ ഒരു റിസ്ക് നമുക്കില്ല. പിന്നെ അനന്തു എന്നോട് ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചോദ്യം, ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ടിലായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ടിലായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അവിടെ ഞാൻ അനന്തുവിന് കൊടുത്ത ഉത്തരം, അത് ഓരോ വ്യക്തിക്കും ഡിഫറൻ്റ് ആണ്. പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യസ്തമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ പേഴ്സണൽ ഫൈനാൻസ് എന്ന് വിളിക്കുന്നത്. എന്നിരുന്നാലും ഒരാൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യണം. എല്ലാ പണവും ഒരൊറ്റ മ്യൂച്വൽ ഫണ്ടിലായിട്ട് നിക്ഷേപിക്കാൻ പാടില്ല, എന്ന് വെച്ച് ഒരുപാട് ആകാനും പാടില്ല. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഒരാൾക്ക് 3 മുതൽ 5 വരെ മ്യൂച്വൽ ഫണ്ട്സ് ഡീസന്റ് ആണ്. പിന്നീട് ഞാൻ അനന്തുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്, പൊതുവെ ആളുകൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ വരുത്തുന്ന ചില മിസ്റ്റേക്സിനെ കുറിച്ചാണ്. ആദ്യത്തെ മിസ്റ്റേക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളൊരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്ന്, വീട് നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാം. 2, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു വീട് കണ്ടുപിടിച്ച് തരാൻ ഒരു ബ്രോക്കറോട് പറയാം. ഇതിൽ ഏത് വഴിയായിരിക്കും നിങ്ങൾ സ്വീകരിക്കുക? സ്വന്തമായി കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതല്ലേ നല്ലത്? കാരണം അവിടെ ബ്രോക്കറേജ് മറ്റൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോഴും 2 വഴികളുണ്ട്. ഒന്ന് ഡയറക്റ്റ്, 2 റെഗുലർ. ഡയറക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. റെഗുലർ എന്ന് വെച്ചാൽ ഒരു ഇടനിലക്കാരന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഡയറക്റ്റ് എടുക്കുന്ന സമയത്ത് റെഗുലറിനെക്കാട്ടിലും എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കുറവായിരിക്കും. 2, നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയുണ്ട്. ഒന്ന് ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട്, 2 IDCW അഥവാ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ. നമ്മൾ സംസാരിച്ചപ്പോൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്,
നിങ്ങളൊരു കമ്പനിയുടെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നിങ്ങളും ആ കമ്പനിയുടെ ഒരു ഓണറായി മാറുമെന്ന്. ഒരു ഓണർ എന്നുള്ള നിലയിൽ ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിങ്ങൾക്കും ഒരു അവകാശമില്ലേ? ഉണ്ട്. അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തത് IDCW ആണ് എന്നുണ്ടെങ്കിൽ വർഷാവർഷം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡിവിഡൻഡ് നിങ്ങളുടെ കയ്യിലേക്ക് പേ ഔട്ട് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനി തരും. നേരെ മറിച്ച് നിങ്ങൾ ഗ്രോത്ത് ആണ് സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഈ കിട്ടിയ ഡിവിഡൻഡിനെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് റെഗുലർ ആയിട്ടൊരു ഇൻകം വേണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും IDCWയും, അതല്ല ലോങ് ടേമിലേക്ക് വലിയൊരു തുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഗ്രോത്തുമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നീട് ഞാൻ അനന്തുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ലംസം എന്താണെന്നും അതേപോലെ തന്നെ SIP എന്താണെന്നുമാണ്. ലംസം എന്നാൽ ഒരു തുക വൺ ടൈം ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി. പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പോൾ ആ തുക അവിടെ കിടന്ന് വളരും. SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫിക്സഡ് എമൗണ്ട് റെഗുലർ ഇന്റർവെൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി. റെഗുലർ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ വീക്ക്ലി ആകാം, മന്ത്ലി ആകാം, ഇനി അതല്ലെങ്കിൽ ക്വാർട്ടർലി ആകാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങളുടെ സാലറിയിൽ നിന്നും എല്ലാ മാസവും ഒരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ SIP എന്നാണ് വിളിക്കുക. ഇത്രയും കേട്ട അനന്തുവിന് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ധാരണ കിട്ടി. അപ്പൊ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ട്രേഡിങ്ങിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുമുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. I'll see you in the next video. Take care.